أكبر الحمد لله الذي جعل الخير. ത്യാഗസ്മരണയിൽ ബലിപ്പെരുന്നാൾ ആഘോഷിച്ച ഇസ്ലാം മതവിശ്വാസികൾ. പെരുന്നാൾ ചടങ്ങുകളുടെ ഭാഗമായി ജില്ലയിലെ വിവിധ മുസ്ലിം പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരം നടന്നു. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മഹത്വം വിളിച്ചോതിയാണ് വലിയ പെരുന്നാൾ ആഘോഷം നടന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി തൻ്റെ പ്രിയപുത്രൻ ഇസ്മായിലിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ബക്രീദ്. വലിയ പെരുന്നാൾ ആചരണത്തിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ വിവിധ മുസ്ലിം ദേവാലയങ്ങളിലും ഈദ്ഗാഹുകളിലും പ്രത്യേക നമസ്കാരം നടന്നു. കുമ്മനം മുസ്ലിം ഫനഫി ജുമാ മസ്ജിദിൽ നടന്ന പ്രാർത്ഥനകൾക്ക് മൗലവി മുഹമ്മദ് ഷാഫി നജ്മി അൽ കാശമി നേതൃത്വം നൽകി. രാവിലെ 7:30 നമസ്കാരം ആരംഭിച്ചത്. നൂറുകണക്കിന് വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. അശാന്തമായ ലോകത്ത് ദുരിതമനുഭവിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതാണ് വലിയ പെരുന്നാൾ നൽകുന്ന സന്ദേശമെന്ന് ഇമാം മുഹമ്മദ് ഷാഫി നജ്മി അൽ കാശമി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു. ആഘോഷിക്കുന്ന ഈ ഈദ് നൽകുന്ന സന്ദേശം, ഈദ് നമസ്കാരത്തിന് ശേഷം അവർ നിർവഹിക്കുന്ന ബലികർമ്മം, അത് സമൂഹത്തിലെ അവശത അനുഭവിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ ഇടപെടുന്നു എന്നുള്ള ഒരു സുന്ദരമായ സന്ദേശം അതിലൂടെ കൈമാറപ്പെടുമ്പോൾ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സുന്ദരമായ ഒരു സന്ദേശമാണ് ഈ ഈദും അതുപോലെ ഈദിനോടനുബന്ധിച്ചുള്ള ബലികർമ്മങ്ങളും ലോക മുസ്ലിമീങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കൈമാറപ്പെടുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അനുസ്മരിക്കുകയാണ്. നമസ്കാരത്തെ തുടർന്ന് പരസ്പരം സ്നേഹം പങ്കുവയ്ക്കലും പള്ളികളും വീടുകളും കേന്ദ്രീകരിച്ച് ബലിയർപ്പണവും നടന്നു.